മുട്ടക്കറി കണ്ടോ? ഇതാ ഉള്ളി, തക്കാളി, പച്ചമുളക് വഴറ്റുകയാണ്. ഒരു 5 മിനിറ്റ് ഉള്ളി തക്കാളി വഴറ്റി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വഴറ്റി ഒരു 10 മിനിറ്റ് വഴറ്റണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ, എന്നിട്ട് കുറച്ച് മഞ്ഞൾ, കുറച്ച് ഉപ്പിട്ടു. ഇപ്പോൾ ഹൈ ഹീറ്റിൽ ഞാൻ ഈ തക്കാളി ഇങ്ങനെ വഴറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണറിയോ? ഫ്ലെയിമിനെ അങ്ങനെ ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാ മുട്ട 1 2 ഓഫ് ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഇളക്കുക. എന്താ വെച്ചാൽ ഇത് ഗ്രേവി ആവണം, അല്ലാണ്ട് കൊത്തിപ്പൊരിച്ച് ആവാൻ പാടില്ല. എന്നിട്ട് ഈ ചൂടിൽ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് മെല്ലെ ഓൺ ചെയ്യാം. എന്തിനാണെന്നറിയോ? അത് ഒന്ന് തിളയ്ക്കാം. ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞു. ഈ കറിയുടെ പേര് അക്കൂറി, AKOORI. ഇങ്ങനെ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. പറയൂ, ഇതേ ഇപ്പോൾ തീയ് കാണിക്കും ചേട്ടാ. അവിടെ തീയ് വളരെ സിമ്മിൽ ഒന്ന് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യാം. ഇപ്പം എൻ്റെ മുട്ടക്കറി റെഡിയായി. ഇനി ഈ മുട്ടക്കറിയുടെ മേലെ നിറയെ കുറച്ച് കുരുമുളക് പൊടി കണ്ടോ. ഇതാ കുരുമുളക് പൊടി നിറച്ചിടണം. 1 ടീസ്പൂൺ ഇടണം. അതെങ്ങനെ? പൊടിയല്ല, കുരുമുളക് ക്രഷ് ചെയ്തത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. മുട്ടക്കറി റെഡി. അക്കൂറി ഇസ് റെഡി. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് മുട്ടക്കറിയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചപ്പാത്തിയുടെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ. അയ്യോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞാനിനി ഇത് ബ്രെഡ് ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ കാണിക്കാം. ഇപ്പോൾ കണ്ടോളൂ, ഞാൻ നല്ല വട്ടത്തിൽ പരത്തിയ ചപ്പാത്തി. ഇനി ഇതിനെ ഇങ്ങനെ മറിച്ചിടുക. കുമിളകൾ വരുന്നോ നോക്കിയിട്ട് മറിച്ചിടുക. എന്നിട്ട് ഞാൻ ബർണറിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇടാൻ പോകും. പുസ്സൊന്ന് വരണുണ്ടോ? എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് വിടുക. നല്ല അടിപൊളി ചപ്പാത്തി റെഡിയായി. ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി വേറെ ഇല്ല. ഇതുണ്ടോ, ഇങ്ങനെ വരും ചപ്പാത്തി. ഇങ്ങനെ പുസ്സൊന്ന് പൊളയ്ക്കും. ഇതാ നോക്കൂ, നല്ലോണം പൊളച്ചു. ഇതുണ്ടോ. എന്നിട്ട് ഇങ്ങനെ ഇടും. ഇപ്പം കണ്ടോ ചപ്പാത്തി? നല്ല ഫുൾ ബെസ്റ്റ് ചപ്പാത്തി. ചപ്പാത്തി ഇങ്ങനെ പൊട്ടിക്കുക. മുട്ടക്കറി ഉണ്ടല്ലോ, അതിഗംഭീര മുട്ടക്കറി. എളുപ്പത്തിലുണ്ടാക്കാം. കഴിച്ചോളൂ, എല്ലാവരും കഴിച്ചോളൂ. വരും.